ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെമൺ കർഡ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ചെയ്ത് വെക്കേണ്ടത് അതിനുള്ള ലെമൺ കർഡാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, 2 മുട്ട. ഇത്രയാണ് നമുക്ക് ലെമൺ കർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 നാരങ്ങയുടെയും ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ള പോർഷൻ വരാൻ പാടില്ല, ആ പുറത്തുള്ള യെല്ലോ പോർഷൻ മാത്രമാണ് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് എടുത്ത ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരിയേ ഉണ്ടാവുള്ളൂ, അതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തില്ലേ പഞ്ചസാര, ആ ഒരു പഞ്ചസാരയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 നാരങ്ങയുടെയും ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുത്ത് ഇതിലൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് യോജിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റി ഒന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ 2 നാരങ്ങയുടെ ജ്യൂസും കുറച്ച് പുളിപ്പ് ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും പുളിപ്പ് വേണ്ടാത്തവർക്ക് ഒന്നുകിൽ നാരങ്ങയുടെ ജ്യൂസ് കുറച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കാം. ഇത് ഏത് വേണോ ഓപ്ഷനുണ്ട്. ശരിക്കും ഈ ഒരു കാർഡ് കുറച്ച് പുളിപ്പുള്ളതാണ്. അപ്പോൾ ആ ഒരു പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്കാണ് ആ ഒരു ഓപ്ഷൻ പറഞ്ഞത്. ഒന്നുകിൽ ജ്യൂസ് കുറയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂട്ടിയിടാം. പിന്നെ നമുക്ക് വേണ്ടത് 100 ഗ്രാം ബട്ടറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുത്ത ശേഷം അതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പാച്ചില കൊണ്ട് വലിക്കുമ്പോഴത്തേക്കും ആ ഒരു പാത്രം കാണുന്ന രീതിയിൽ കിട്ടുന്നില്ലേ, ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അത്രയും ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ആ എടുത്തിട്ടുള്ള ബട്ടർ, ആ 100 ഗ്രാം ബട്ടറും അതിലൂടെ ചേർത്ത് നമുക്ക് ഫുള്ള് അലിഞ്ഞ് ചേരുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കാം. സമയം ആ ഒരു മിക്സ് തണുക്കുകയും ചെയ്യും, അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് ആവുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ആ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് തയ്യാറാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുന്നുണ്ട്. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ഒരു ബൗളെടുത്ത് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. കൂടാതെ തന്നെ നമ്മൾ എടുക്കുന്ന ബൗളിലോ മുട്ടയിലോ ഏതെങ്കിലും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി എടുക്കുക. അത് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ലോ സ്പീഡിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. ഓയിലൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഒരു സ്പാച്ചില കൊണ്ടോ വിസ്ക് കൊണ്ടോ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കുന്നത് മിക്കവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മുട്ടയുടെ മിക്സിലോട്ട് വീണ്ടും ഞാനിവിടെ അരിച്ചാണ് ചേർക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി അരിച്ചാണ് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ടിന്നിലാക്കി ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടിന്നാണ് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് വരുന്ന 2 ടിന്ന്. അതിലോട്ട് നമുക്ക് ഈക്വലായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓവനിലോട്ട് 180 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും അത് ബേക്കായി കിട്ടും. പിന്നെ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡിയായി എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കിട്ടേണ്ടത് കേട്ടോ. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം. അപ്പോൾ കറക്റ്റ് നമുക്ക് നല്ലൊരു സ്പഞ്ചായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കിട്ടും. ഞാനിവിടെ പാലൊന്നും ചേർത്തിട്ടില്ല. ചിലർക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം പാലൊന്നും ചേർക്കേണ്ടതെന്നുള്ളത്. പാല് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് പാല് ചേർക്കാതെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ടിന്നിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അത് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് ഒന്ന് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ കേക്കൊന്ന് ബേക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു കേക്കിന് ഇപ്പോൾ സോക്ക് ചെയ്ത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് സോക്ക് ചെയ്യാതെ വേണമെങ്കിലും ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/8 കപ്പ് അതിൻ്റെ ഒരു 1.5 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ സോക്ക് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമല്ല സോക്കിങ്. ഞാനിവിടെ ബട്ടർ ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള ക്രീമാണിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 100 ഗ്രാം ബട്ടറും 200 ഗ്രാം ഐസിങ് ഷുഗറും 1 നുള്ള് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടാണ് ആ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പഞ്ചൊക്കെ ഇവിടെ റെഡിയായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഐസിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെമൺ കർഡ് ഈ ഒരു പാകമാണ് കറക്റ്റ്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇതാ വളരെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. അപ്പോൾ അതിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്യാം. കുറച്ച് തിക്കായിട്ടുള്ള സ്പഞ്ചാണ് നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടത്. നമ്മൾ സാധാരണ ഈ ഒരു സ്പഞ്ചിനെ 3ആയിട്ട് ലെയർ ചെയ്യുമെങ്കിൽ ഈ ഒരു കേക്കിന് 2ആയിട്ട് ലെയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ 2 സ്പഞ്ചും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ലെയർ ചെയ്യാം, ഫില്ലിങ് കൊടുക്കാം. ടേൺ ടേബിളിലോട്ട് ഒരു ബോർഡ് എടുത്ത് വയ്ക്കാം. ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അതിനെ സോക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ബട്ടർ ക്രീം ഒന്ന് വളരെ തിന്നായിട്ടുള്ള ലെയറാണ് കൊടുക്കാനായിട്ട്. തിന്നായിട്ടുള്ള ലെയർ കൊടുത്ത ശേഷം അതിൻ്റെ അരികിലായിട്ട് ഒരു ചെറിയൊരു കുറച്ചൊന്ന് തടുപ്പ് പോലെ വെച്ച് കൊടുക്കണം. കാരണം നമുക്ക് ആ ഒരു ലെമൺ കർഡ് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് പുറത്തോട്ട് ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ലെമൺ കർഡ് ആക്കി ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 3 ലെയർ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഈ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പല ടേസ്റ്റുകൾ ടേസ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ചെറിയ പുളിപ്പും അത്യാവശ്യം നല്ല മധുരമായിട്ടൊക്കെ വരുന്ന കേക്കാണ്. ഞാൻ ഈ കേക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ കേക്ക് ചെയ്തപ്പോൾ കഴിച്ചവർക്ക് പലർക്കും പല അഭിപ്രായമാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്തവർക്ക് അതിൻ്റെ പുളിപ്പാണ് എല്ലാവരും പറയുന്നത്. ചെറിയ പുളിപ്പ്, ആ ഒരു പുളിപ്പ് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാരങ്ങയുടെ നല്ലൊരു പുളിപ്പ് ഇതിന് വരുന്നുണ്ട് ആ ഒരു ലെമൺ കർഡിലോട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നീടുള്ള ലെയർ കൊടുക്കുമ്പോഴേക്കും അത് ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴുതി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കുറച്ച് പാടാണ് ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് എല്ലാ ലെയറും വെച്ച് കൊടുത്ത ശേഷം നടുക്കൊരു സ്റ്റിക്കും വെച്ച് പിന്നെ അധികം പണിയാൻ നിന്നില്ല. നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായ ശേഷമാണ് ജസ്റ്റ് എടുത്തൊന്ന് ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തില്ല. ജസ്റ്റ് നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടായതുകൊണ്ടും അതുപോലെ തന്നെ ബട്ടർ ക്രീം അല്ലേ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധികം കുറച്ച് മധുരം ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് മേളത്തെ പോർഷനിൽ ഒന്ന് നോസിൽ വർക്കും കൊടുത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കേക്ക് റെഡിയായി കഴിഞ്ഞ് ലാസ്റ്റ് ടൈമിൽ എനിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓർമ്മ തന്നെ ഇല്ലായിരുന്നു. കാരണം അന്നത്തെ ദിവസം മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ കേക്കിൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ അങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ നല്ലൊരു ഫോട്ടോസോ വീഡിയോസോ എനിക്ക് തരാൻ പറ്റാത്തത്. പിന്നെ ബർത്ത്ഡേക്ക് റെഡിയാക്കിയ കാര്യങ്ങളും എല്ലാമായിട്ട് ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ. ഓരോരുത്തർ കഴിച്ചിട്ട് ആ ഒരു എക്സ്പ്രഷനൊക്കെ ആ ഒരു വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ വെറൈറ്റി കേക്കുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. പക്ഷേ എല്ലാവർക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ബർത്ത്ഡേയുടെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി കൊടുക്കണേ.